അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു നേതാവ് ജനിക്കുന്നത് എങ്ങനെ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി നിയമബിരുദം നേടി 1891 ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗാന്ധിജി ബോംബെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം പ്രാക്ടീസ് രാജകോട്ടിലേക്ക് മാറ്റി. 1893 ഒരു കേസ് സംബന്ധമായി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ചെറിയ 2 ഇടവേളയിലായി 1914 വരെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞുകൂടി. ഈ കാലത്തിനിടയിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേതാവായി മാറി. ചന്ദ്രൻ ദേവനേശൻ എന്ന ചരിത്രകാരൻ പ്രസ്താവനെ പോലെ സൗത്ത് ആഫ്രിക്കയിലാണ് മഹാത്മാവിനെ നിർമ്മിച്ചെടുത്തത്. സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിച്ചിരിക്കുന്നു. ഇതിനെതിരായി പ്രക്ഷോഭം നയിച്ച് ഗാന്ധിജി അവിടെ വെച്ചാണ് സത്യാഗ്രഹം എന്ന അഹിംസാധിഷ്ഠിതമായ സമരരീതിക്ക് രൂപം നൽകിയത്. അഹിംസയും സത്യാഗ്രഹവും ഗാന്ധിയൻ ദർശനത്തിൻ്റെ 2 തൂണുകളാണ്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടാക്കാൻ ഗാന്ധിജി വളരെയധികം പരിശ്രമിച്ചു. സൗഹൃദ ജാതിക്കാരായ ഇന്ത്യക്കാരോട് താഴ്ന്ന ജാതിക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. സ്ത്രീകളോടുള്ള വിവേചനപരമായ പെരുമാറ്റത്തിനെതിരെയും അദ്ദേഹം തുടക്കം മുതൽ പോരാടി. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. 1893 ഇന്ത്യ വിടുമ്പോൾ അദ്ദേഹം കണ്ട ഇന്ത്യ ആയിരുന്നില്ല. 1915 ഇന്ത്യ ബ്രിട്ടൻ കോളനിയും തുടരുന്നുവെങ്കിൽ രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ചത്. തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും യഥാർത്ഥ ചിത്രം ഈ സഞ്ചാരം മൂലം ഗാന്ധിജിയുടെ മുമ്പിൽ അനാവൃതമായി. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തു പ്രധാനപ്പെട്ട ഒരു പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങായിരുന്നു. ഗാന്ധിജി ഈ ഇന്ത്യൻ മണ്ണിൽ ആഗതമായിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഇന്ന് ഈ കാണുന്ന രീതിയിൽ സ്വതന്ത്രമായി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ നേതാക്കന്മാരെയും സ്മരിക്കാൻ നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും മേൽ കടമാണ്. ഇനിയും ഇന്ത്യയുടെ സാമൂഹിക രീതി നന്നാക്കാൻ വേണ്ടി ജനകീയ നേതാക്കൾ നമ്മിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.